ഇന്നിപ്പോ പിള്ളേരെയൊക്കെ തന്നെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങളൊന്ന് കറങ്ങാനായിട്ട് പുറത്തിറങ്ങുകയാണ്. ഈ കറക്കം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ തന്നെ വാങ്ങി കറങ്ങി തിരിഞ്ഞ് പതുക്കെ വരാം. മുടി കെട്ടിയിട്ട് പോകണോ മുടി അഴിച്ചിട്ട് പോകണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ അവസാനം തീരുമാനിച്ചു മുടി അഴിച്ചിട്ട് പോവാം. പതിവിലും കുറച്ചധികം കൊണ്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാട്ടോ നമ്മൾ ഇന്ന് പോണത്. എന്തിന്? ഒരു കാര്യമില്ല, വെറുതെ. ഡ്രസ്സ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഞാൻ കുറേ നാളായി ഈ ഒരു കോട്ട് സെറ്റ് എടുത്തിട്ടിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഇത് തന്നെ ഇട്ട് പോവാം. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് മുട്ട വാങ്ങിക്കാനാണ്. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് മുട്ട വാങ്ങിക്കാനുള്ള ട്രേ എടുത്തില്ലല്ലോ എന്നുള്ളത്. സാരമില്ല, അവർ അവിടെ നിന്നുള്ളൊരു സംഭവത്തിലാക്കിയൊക്കെ തരുന്നുണ്ട്. സാധാരണ നമ്മൾ ആ വലിയ ട്രേ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫുള്ളായി നിറച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുവരായിരുന്നു. നമ്മൾ എടുക്കാൻ മറന്നുപോയി. ഇവിടെ ഏട്ടന് നാടൻ കോഴിയുടെ മുട്ട തന്നെ വേണം എന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത്. ഞാനിത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാം, എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവും, എന്തായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എൻ്റെ തലക്കിട്ട് രണ്ടെണ്ണം ഏട്ടൻ തരും, അത്രേ ഉള്ളൂ. ഇതൊരു ഫാമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മുട്ടയൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നേരെ മീൻ വാങ്ങിക്കാനായിട്ട് പോയതാണ്. അങ്ങനെ മീനും വാങ്ങി, പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതും വാങ്ങി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ആ ഒരു പച്ചമുന്തിരി കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് വാങ്ങുക കേട്ടോ. സാധാരണ ഏട്ടൻ മുന്തിരി വാങ്ങിക്കാറേ ഇല്ല, അതിനകത്ത് കൂടുതൽ വിഷാംശം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാറില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും വിഷമല്ലേ അല്ലേ? എന്തോ ഈ മനുഷ്യൻ മുന്തിരി മാത്രം വാങ്ങിക്കാറില്ല. അങ്ങനെ നമ്മൾ വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വണ്ടിയിൽ കയറ്റി നമ്മൾ പോകുന്ന വഴിക്കാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ അത് മറന്നു, അയ്യോ ഇത് മറന്നു. പിന്നെ അവസാനം വണ്ടി നിർത്തി വീണ്ടും ഏട്ടൻ ചെന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇതെൻ്റെ സ്ഥിരം പരിപാടി. എന്തെങ്കിലുമൊക്കെ ഞാൻ മറന്നിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ട് ഞാൻ പപ്സും പിന്നെ മൊജിറ്റോ ആണ് ഓർഡർ ചെയ്തത്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ ലെമൺ ടീ. മണ്ടൻ വെറും ലെമൺ ടീ കുടിച്ചോണ്ടിരിക്കണം. എന്നെപ്പോലെ ഈ പപ്സും മൊജിറ്റോയും കൂടെ കഴിക്കണ്ടേ? കൊന്നാലും പുള്ളി അത് കഴിക്കില്ല. അത് അങ്ങനെ ഒരു സാധനം. ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യും, ഇതെല്ലാം എനിക്ക് വാങ്ങിയും തരും. അതാണ് വേറൊരു രസം. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ കറക്കം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ പൊട്ടേ ബൈ.